ഇപ്പോൾ നമ്മോടൊപ്പം ജാസ്ലിയുടെ മാതാപിതാക്കൾ അതേപോലെ തന്നെ ജാസ്ലിയുടെ അനിയനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾ രാവിലെ കോളേജിലൊക്കെ പോയായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പളെയും അധ്യാപകരെയൊക്കെ കണ്ടായിരുന്നു. എല്ലാവർക്കും ജാസ്ലീനെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഈ 19-ാം വയസ്സിലും ഒരു അവയവദാനത്തിനൊക്കെ തയ്യാറാവുക വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ഒത്തിരി പരിശീലനം കൂടി അതിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു അവയവദാന സന്നദ്ധതയൊക്കെ നിങ്ങൾ സ്വയം പ്രകടിപ്പിച്ചതാണോ, അതോ ഇതിനു മുമ്പും ജാസ്ലി നിങ്ങളോട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ജാസ്ലിയെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ ഞങ്ങളുടെ കൊച്ചി വേറൊരാളിൽ ജീവിക്കുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടുമല്ലോ എന്നൊരു ഇതിനാണ്. ജാസ്ലിയുടെ അനിയൻ അല്ലേ? ചേച്ചിയെ പറ്റി എല്ലാവരും ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിയെ പറ്റി? അവർക്ക് എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരോടും ഇത് അടിപൊളിയായിട്ടാണ് നിൽക്കാറ്. ഒക്കെ പിന്നെ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ പോയാലും ആൾക്കാരോട് നല്ലോണം സംസാരിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അവളുടെ ഫ്രണ്ട്സാണ് എന്നെ ഫ്രണ്ട്സ്. അവൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെ വിളിക്കും. അപ്പം ഞങ്ങൾ ഒരുമിച്ചൊക്കെയാണ് പോണത്. അങ്ങനെ ഇരുന്ന് അത്രേ. ജാസ്ലിയ സൂചിപ്പിച്ചായിരുന്നു അമ്മ നന്നായിട്ട് +2 ഒക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ ഡിഗ്രിക്ക് അമ്മേനെയൊക്കെ ചേർക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരമ്മ എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? ഇപ്പോൾ അഭിമാനമുള്ളൂ, വേറെ ഒന്നുമില്ല. അവൾ പാവമായിരുന്നു, ഭയങ്കര പാവമായിരുന്നു. എല്ലാവരും ഭയങ്കര ഇഷ്ടം അവൾക്ക്. ഇങ്ങനെ ഇന്നയാളെന്നൊന്നുമില്ല, എല്ലാവരോടും ഭയങ്കര കാര്യം. ഇപ്പം പഠിച്ച സ്കൂൾ ഇവിടെ തന്നെ KPMHS. അപ്പോൾ അതിൽ പോരുമ്പോൾ അവിടുത്തെ സാറുമാർ വഴിയിൽ വെച്ച് കാണുമ്പോൾ കയറി പോകും. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ സാറിനെ കാണാൻ വന്നതാണ്, ഈ സാറിനെ കാണാൻ വിശക്കണ് എന്നൊക്കെ പറഞ്ഞ് സാറുമാരെയൊക്കെ വിളിച്ച് ഫ്രണ്ടിൽ തന്നെ ബേക്കറിയൊക്കെ ഉണ്ട്, അവിടുത്തെ സാറുമാരിനെ കൊണ്ട് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ അവൾക്ക് ഇത്തിരി സഹായം ചെയ്താൽ അവളിങ്ങനെ അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ വന്നിട്ട് ഇപ്പോൾ അവിടെ പിസ്സ ഹട്ടിൽ ഇതിന് ഡൊമിനോസിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വന്നിട്ട് അവിടുത്തെ ഏത് ചേച്ചിനൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്നിട്ട് പറയും, ചേച്ചി എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഒരിത്തിരിയൊക്കെ ലേറ്റായ ചേച്ചി അങ്ങനെ പറയുന്നില്ല, ഭയങ്കര സപ്പോർട്ടാണ് ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടം. അതുപോലെ സ്വന്തമായിട്ട് ഇങ്ങനെ പഠിച്ച് വലിയ ജോലി വാങ്ങിക്കണം, അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഇനി 2 വർഷം കൂടി ഉണ്ട് കോഴ്സ് കഴിയാനായിട്ട്. അപ്പം ഇപ്പോഴേ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയാണ്, പെട്ടെന്ന് സാധ്യതയാണ്. പിന്നെ സൈബർ പാർക്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, അമ്മ ഞാൻ സൈബർ പാർക്കിൽ കൊച്ചിനോടും പറഞ്ഞു ഇൻറ്റേൺഷിപ്പിന് പോകാനുള്ളതാണ്. അപ്പം അമ്മ പൈസ വേണം അമ്മ, അപ്പം നമുക്ക് പൈസ കുറച്ച് മതി, എന്നാലും പുള്ളി 6000 രൂപ എന്നൊക്കെ പറയണത് പുള്ളിക്ക് ഭയങ്കര വലിയ തുകയായിട്ടാണ് പറയുള്ളൂ. അമ്മ 6000 രൂപ വേണോട്ടമ്മ, കൊടുക്കണോട്ടമ്മ, അങ്ങനെയൊക്കെ പറയണ പാവം എന്ന് വെച്ചാൽ ഭയങ്കര പാവം വെച്ചാൽ ഒന്നും പറ്റില്ല ചെയ്യാനായിട്ട്. ഇങ്ങനെ പോകുന്നൊന്നും അറിഞ്ഞൂടല്ല, എന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ. ഇപ്പം നമ്മൾ പാവം, ഭയങ്കര പാവം വെച്ചാൽ ഭയങ്കര പാവമോ. എല്ലാം വന്ന് പറയും, കോളേജിൽ അടക്കണേലും സ്കൂളിൽ അടക്കണേലും പിള്ളേരെ കൂടിയുള്ള കൂട്ട് എല്ലാം, ഒന്നുമില്ല പറയാത്ത. ഇവനോടും പറയും. അനിയൻ്റെ കാര്യത്തിനൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ കുറച്ച് പേരൊക്കെ മാറിയൊക്കെ കിടക്കണുണ്ടേ. അതിന് തലേന്ന് വിളിക്കും പുള്ളി, ചേച്ചി എടി നീ വരുമോ, നാളെ വരുമോ, പോകണം, അത് ശരിയാക്കണം. കൊച്ചി ഇവിടെ മൊബൈൽ ഷോപ്പിൽ പോകുന്നുണ്ട് ആള്. അപ്പം അവന് ചിലപ്പോൾ സമയം കിട്ടൂല. അപ്പം വന്നിട്ട് ആ ഒറ്റ ദിവസം ഉള്ളെങ്കിൽ എല്ലാത്തിനും എല്ലാം ഓടി നടന്നോളും. എന്ത് വെയിലാണ്. എന്നിട്ട് വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ എന്തൊരു വെയിലാണ്, എന്തോരം ഓടി നടന്നറിയാമോ, ഇത്ര പ്രാവശ്യം പോയി എന്നറിയാമോ അക്ഷയയിലൊക്കെ. അയ്യോ പാവം പഞ്ചമാവം കൊച്ചി. മനസ്സെന്ന് വെച്ചാൽ ഭയങ്കര ശുദ്ധത ഉള്ള കൊച്ചാ. ശുദ്ധത എന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. അമ്മ എടോ എന്നൊക്കെ വിളിക്കണം, അവൻ വിളിച്ചില്ലൊക്കെ കേൾക്കണം. അങ്ങനെ ഇങ്ങനെ അതാണ്. അങ്ങനത്തെ ഒരു ഭയങ്കര വല്ലാത്തൊരു വൈബാണത്. എന്ത് പറഞ്ഞാലും പറയും ഇങ്ങനെ സെറ്റ് അമ്മ മിസ്സുമാരോടൊക്കെ ഇങ്ങനെ മിസ്സേ സെറ്റ്. അതാ സ്ഥിരം പറയണത്. അതാ ഭയങ്കര ഇഷ്ടം എല്ലാവരോടും. പള്ളിയിൽ ഡാൻസ് കളിക്കാനും ഡാൻസ് ഒക്കെ കളിക്കും, നല്ലോണം കളിക്കും. എന്തോരോന്നറിയോ. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ ആ ട്രോഫി 2 കൊണ്ട് വെച്ചിട്ട്. ഭയങ്കര പാവം വെച്ചാൽ എൻ്റെ ഞങ്ങളുടെ പിള്ളേരൊക്കെ ആയാലും അനിയൻ്റെ പിള്ളേരൊക്കെ ആയാലും
ലിയാമോ ചേച്ചി എന്നൊന്നും വിളിക്കില്ല, ലിയാമോളെ 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 എന്ന് വിളിച്ചിട്ട് ഭയങ്കര കാര്യമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പഞ്ചമാവോ എന്തായാലും കേരളം മൊത്തം ഇപ്പോൾ ജാസ്ലിയെ പറ്റി ഓർക്കുന്നു. 4 പേർക്ക് പുതുജീവനേകിക്കൊണ്ടാണ് ജാസ്ലിയ ഈ ലോകത്തിൽ നിന്ന് വിട വാങ്ങിയിരിക്കുന്നത്. എന്തായാലും മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് സന്തോഷിക്കാം. 4 പേരിലൂടെ ഇനിയും ജാസ്ലിയ ജീവിക്കാനിടയാകട്ടെ.